ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യമ്മി വേൾഡ്. അപ്പോൾ ഇന്ന് യമ്മി വേൾഡ് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ക്രീമി സാഗോ സേമിയ പായസം റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരം വൈകാണ്ട് നേരെ പായസത്തിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് നല്ലൊരു ക്ലീൻ പാൻ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യിലേക്ക് ആവശ്യത്തിന് കാഷ്യൂസും റൈസിൻസും ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചിലർക്ക് ഇത് ഇഷ്ടമുണ്ടാവില്ല, എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇത് ഒരു ആ മുന്തിരി ഒന്ന് വീർത്ത് വരുന്നവരെ രണ്ടും ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഉടനെ ഈ മുന്തിരി ഒന്ന് നന്നായിട്ട് വീർത്ത് വരുമ്പോൾ തന്നെ ഇതെടുത്ത് മാറ്റുക. ഇല്ലെങ്കിൽ ഒരുപാട് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് പായസത്തിന് വരും. അപ്പോൾ അതുകൊണ്ടിട്ട് അതെടുത്ത് മാറ്റുക. മുന്തിരിയും കശുവണ്ടിയൊക്കെ വറുത്ത് ഊരിയിട്ടുള്ള ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് 1/2 കപ്പോളം സേമിയ, അത് നേരിയ സേമിയ കേട്ടോ, ഭയങ്കര ചെറുതായിട്ടുള്ള സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. നമ്മൾ പായസത്തിന് എന്ത് സാധനം എടുക്കുമ്പോഴും അത് ഒരുപാട് ഫ്രൈഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വന്നു പോകും. അപ്പോൾ ഒരുപാട് ഫ്രൈഡ് ആക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കതെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 5 കപ്പോളം പാലാണ്. അപ്പോൾ 5 കപ്പ് പാൽ ഞാൻ തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പാലൊക്കെ തിളപ്പിക്കുന്ന പാത്രം ആദ്യം ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ പാല് ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം മാത്രം എടുക്കുക. ഇപ്പോൾ പാല് ചൂടായിട്ട് വരുന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വളരെ നേരിയതായിട്ടുള്ള സേമിയാണ്, നല്ല തിന്നായിട്ടുള്ള സേമിയാണ്. അപ്പം ഒരുപാട് നമ്മൾ നോർമലി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വലിയ സേമിയ പോലെ ഒരുപാട് ടൈം വേണ്ട, പെട്ടെന്ന് ഈ ഒരു സേമിയ കുക്കായി കിട്ടും. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് ചവ്വരി സോക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒരു 2 മണിക്കൂറോളം 1 കപ്പ് ചവ്വരി 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ സോക്ക് ചെയ്തിരിക്കുന്നത്. അതപ്പോൾ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് ചവ്വരി. ഇനി ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പാലിൽ. ഇതിപ്പോൾ നിങ്ങൾക്ക് തിരിച്ചും ചെയ്യാം കേട്ടോ, ചവ്വരി കുറച്ചിട്ട് സേമിയ കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ചവ്വരിയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാം. ഓക്കെ, ഇപ്പോൾ പെട്ടെന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടും ഒന്ന് ചവ്വരി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് വെള്ളത്തിൽ, അതുകൊണ്ട് തന്നെ വീർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സേമിയയും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ബ്രൗൺ ഷുഗറാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ബ്രൗൺ ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പോളം ബ്രൗൺ ഷുഗർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 1/2 ടേബിൾ സ്പൂണോളം ഏലക്കായ പൊടിച്ചതാണ്. ഏലക്കായ മാത്രമായിട്ടാണ് ഞാൻ ഈ പൊടിച്ചിരിക്കുന്നത്, പഞ്ചസാര ചേർത്തിട്ടല്ല, അല്ലാതെ പൊടിച്ചിരിക്കുന്നതാണ്. അപ്പം അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മളുടെ ചുക്കുപൊടി ഉണ്ടല്ലോ, അത് കുറച്ച് ഒരു 1-2 നുള്ള് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും നല്ല രുചി കിട്ടും കേട്ടോ പായസത്തിന്. ഞാനിപ്പം ചേർത്തിട്ടില്ല, കുട്ടികൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂസും റൈസിൻസും ഇട്ട് കൊടുക്കാം. അഡീഷണലി നെയ്യ് നമ്മൾ ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ നെയ്യിൽ വറുത്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സേമിയയും നെയ്യിൽ വറുത്തിട്ടാണുള്ളത്. അപ്പോൾ ആ ഒരു ഫ്ലേവർ നന്നായിട്ടുണ്ടാവും. 1 ടേബിൾ സ്പൂൺ നെയ്യ് തന്നെ ധാരാളമാണ് ഇതിന്. അപ്പം വളരെ എളുപ്പത്തിൽ നല്ല ക്രീമി ആയിട്ട്, ഒരുപാട് നേരമൊന്നും എടുത്തിട്ടില്ല, ഒരു 10 മിനിറ്റിലാണ് ഇതായിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഓണത്തിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ക്രീമി ആയിട്ടുള്ള പായസമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.